ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ അലോവേര ജെല്ല് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റും എന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഇത് ഏതെങ്കിലും ഒരു ബ്രാൻഡിനെ പറ്റിയല്ല, മൊത്തത്തിൽ അലോവേര ജെല്ല് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഏതേതൊക്കെ വിധത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഒന്നാമതായിട്ട് അലോവേര ജെല്ല് നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം അലോവേര ജെല്ല് നമ്മൾ കൂടുതലും മോയ്സ്ചറൈസർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പിമ്പിൾസും പിമ്പിൾ മാർക്കും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണ് അലോവേര ജെല്ല്. രണ്ടാമത്തത്, അലോവേര ജെല്ല് നമുക്ക് നല്ലൊരു പ്രൈമർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടുന്നതിന് മുമ്പിട്ട് ആദ്യം നമ്മൾ ഒരു പ്രൈമർ യൂസ് ചെയ്യണം. പ്രൈമർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇടുന്ന മേക്കപ്പ് നമ്മുടെ മുഖത്ത് കുഴികളിലൊക്കെ പോയി പിന്നെ നമുക്ക് പിമ്പിൾസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുഖത്ത് ഈ കെമിക്കലൊക്കെ നമ്മുടെ മുഖത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷൻ പോലെ പ്രൈമർ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അലോവേര ജെല്ല് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പ്രൈമറാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമതായിട്ട് അലോവേര ജെല്ല് നമുക്ക് നല്ലൊരു പ്രൈമറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മൂന്നാമതായിട്ട് അലോവേര ജെല്ല് നമുക്ക് ഹെയർ സിറം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഷാമ്പൂവും കണ്ടീഷണറൊക്കെ ഇട്ട് കുളിച്ചിട്ട് വന്നിട്ട് നമ്മുടെ മുടിയിൽ നമ്മൾ ഹെയർ സിറം അപ്ലൈ ചെയ്യും. അലോവേര ജെല്ല് നല്ലൊരു ഹെയർ സിറമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കുറച്ച് അലോവേര ജെല്ല് നമ്മൾ കയ്യിലെടുത്തിട്ട് നമ്മുടെ മുടിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് സിൽക്കി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അലോവേര ജെല്ല് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ അലോവേര ജെല്ല് മൂന്നാമതായിട്ട് നമുക്ക് നല്ലൊരു ഹെയർ സിറമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നാലാമതായിട്ട് നമ്മൾ അലോവേര ജെല്ല് ഷേവിങ് ജെല്ലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ കയ്യിലെയും കാലിലേക്ക് രോമം വീട്ടിൽ വെച്ച് തന്നെ ഇങ്ങനെ ഷേവ് ചെയ്യുന്നവരാണെങ്കിൽ ഷേവ് ചെയ്യുന്നതിന് മുമ്പിട്ട് നമ്മൾ അലോവേര ജെല്ല് നമ്മുടെ കയ്യിലും കാലിലൊക്കെ പുരട്ടുവാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഷേവ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ കൈയൊക്കെ കഴുകിയതിന് ശേഷവും ഒരു മോയ്സ്ചറൈസറായിട്ട് അലോവേര ജെല്ല് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നാലാമതായിട്ട് അലോവേര ജെല്ല് നമുക്ക് നല്ലൊരു ഷേവിങ് ജെല്ലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അഞ്ചാമതായിട്ട് അലോവേര ജെല്ല് നമുക്കൊരു നല്ല നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്തിൻ്റെങ്കിലും കൂടെ നമുക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അല്ല നിങ്ങൾ ഒരു നൈറ്റ് ക്രീം ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അലോവേര ജെല്ല് നല്ലൊരു നൈറ്റ് ക്രീമാണ്. ഇതിനകത്തുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ മുഖത്തുള്ള പിമ്പിൾ മാർക്കും പിമ്പിൾസും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ അലോവേര ജെല്ല് നമുക്ക് നല്ലൊരു നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആറാമതായിട്ട് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് അലോവേര ജെല്ല് നമുക്ക് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഹെയർ പാക്കും ഹെയർ മാസ്കും ഒക്കെ ഇടുന്നവരാണെങ്കിൽ അതിൽ നമ്മൾ അലോവേര ജെല്ലും കൂടെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അലോവേര ജെല്ല് നമുക്ക് മുടി വളരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഏഴാമതായിട്ട് നമ്മുടെ സ്ട്രെച്ച് മാർക്ക് പോകാൻ വേണ്ടിയിട്ട് അലോവേര ജെല്ല് ഹെൽപ്പ് ചെയ്യും. നമുക്ക് പല രീതിയിലായിരിക്കും സ്ട്രെച്ച് മാർക്ക്. ചിലർക്ക് ഡെലിവറി കഴിയുന്നതോടെ അധികം ഉണ്ടാവത്തില്ല, ചിലർക്ക് നല്ല രീതിയിൽ സ്ട്രെച്ച് മാർക്ക് കാണും. ഈ നല്ല രീതിയിൽ സ്ട്രെച്ച് മാർക്ക് ഉള്ളവർക്ക് അലോവേര ഓയിലൊക്കെ ഉണ്ട് അത് പോകാൻ വേണ്ടിയിട്ട്. വലിയ കുഴപ്പമില്ലാത്ത സ്ട്രെച്ച് മാർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് അലോവേര ജെല്ലെടുത്ത് കയ്യിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അപ്വേർഡ് ഡയറക്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അലോവേര ജെല്ല് സ്ട്രെച്ച് മാർക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. എട്ടാമത്, നമ്മുടെ കണ്ണിനടിയിലുള്ള കറുപ്പ് പോകാൻ വേണ്ടിയിട്ട് അലോവേര ജെല്ല് നമുക്ക് ഹെൽപ്പ് ചെയ്യും. നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പിട്ട് കുറച്ച് അലോവേര ജെല്ലും ഒരു 4 ഡ്രോപ്പ് ബദാം ഓയിലും കൂടെ ചേർത്തിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റും നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് പോകാൻ വേണ്ടിയിട്ട് അലോവേര ജെല്ല് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒൻപതാമത്, അലോവേര ജെല്ല് ഞാൻ മുമ്പേ പറഞ്ഞില്ല, അലോവേര ജെല്ലിനകത്ത് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ മുഖത്തുള്ള മുഖക്കുരുവിൻ്റെ പാടുകൾ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമുക്ക് അലോവേര ഫേഷ്യൽ ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഫേഷ്യൽ ചെയ്യുമ്പം മസാജ് ക്രീമിനകത്തും പാക്കിനകത്തും ഒക്കെ നമ്മൾ മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്തിടാൻ വേണ്ടിയിട്ട് അലോവേര ജെല്ല് വളരെ നല്ലതാണ്. പത്താമത്, അലോവേര ജെല്ല് നമുക്ക് നല്ലൊരു ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെറുപയർ പൊടി, കടലമാവ്, ഓട്സിൻ്റെ പൊടിയൊക്കെ വെച്ചിട്ട് നമ്മൾ മുഖം കഴുകുന്നവരാണെങ്കിൽ അതിൽ കുറച്ച് അലോവേര ജെല്ലും കൂടി നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ അതൊരു ഫേസ് വാഷ് പോലെ ഇരിക്കുകയും ചെയ്യും. നമ്മുടെ മുഖത്തുള്ള പിമ്പിൾസും പിമ്പിൾ മാർക്കും പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് അലോവേര ജെല്ല് നമുക്ക് ഫേസ് വാഷ് ആയിട്ട് കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം മനസ്സിലായില്ലേ, നമ്മൾ ഒരു ബോട്ടിൽ അലോവേര ജെല്ല് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ബ്യൂട്ടി ടിപ്പ് അല്ലെങ്കിൽ ഹെൽത്ത് ടിപ്പുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.